ഹായ് ഡിയേഴ്സ്, അപ്പം നമുക്കിന്നൊരു പംകിൻ ചപ്പാത്തി ഉണ്ടാക്കിയാലോ. പംകിൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ മത്തങ്ങയാണ് കേട്ടോ. പംകിൻ എന്ന് പറഞ്ഞാൽ മത്തങ്ങ. അപ്പോൾ ഈ മത്തങ്ങ എടുത്തിട്ട് നന്നായിട്ട് കുക്കറിലിടുക, അരിഞ്ഞ് കുക്കറിലിടുക. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആവശ്യമായ ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. ഗോതമ്പ് പൊടിയിലേക്ക് ലേശം നെയ്യും കൂടെ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന പംകിനില്ലേ, അത് ചൂടോടെ ഇടരുതും കേട്ടോ. ചൂടോടെ ഇട്ടാൽ ചിലപ്പോൾ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ അത് കാരണം നിങ്ങളത് തണുപ്പിച്ചിട്ട് ഇടാൻ ശ്രമിക്കുക. ഞാനിവിടെ ചൂടോടെ ഇട്ട്, പക്ഷേ കൈയൊന്നും പൊള്ളിയില്ല. നന്നായിട്ട് കുഴച്ച് മാറ്റി അവിടെ ഉരുട്ടി വയ്ക്കുക. ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. ഏതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പല ഷേപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞാൽ മടക്ക് ചപ്പാത്തി, അതുപോലെ കോൺ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ലേശം നെയ്യും കൊടുന്ന് ലേശം നെയ്യ്, ഒരു കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മുട്ട റോസ്റ്റാണ്. ഇത് മുട്ട റോസ്റ്റും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ. അത്ര ടേസ്റ്റാണ്. പിന്നെ ഒരു സാലഡോ ഒരു ചെറിയൊരു പിക്കിളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാം, അതും ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുക. കാര്യം ഇത് ഈ മത്തങ്ങയൊക്കെ നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല മടിയല്ലേ. നമ്മൾ കറി വെച്ചിട്ടൊക്കെയല്ലേ കഴിക്കാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കഴിച്ച് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. താങ്ക്